നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ ചൂട് പ്രശ്നമാണ്, ഡേഞ്ചറസ് ആണ്. അടുത്ത വർഷം രാജ്യങ്ങളുടെ വേൾഡ് കപ്പ് നടക്കാനുള്ളത് ഇവിടെയല്ലേ. കാര്യങ്ങൾ മാറുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഒരു കളിക്കിടയിൽ എനിക്ക് തലകറക്കം പോലും അനുഭവപ്പെട്ടു, അത്രയും ചൂടാണ്. പറയുന്നത് എൻസോ ഫെർണാണ്ടസ് ആണ്, ചെൽസിയുടെ അർജൻറ്റീൻ സൂപ്പർ താരം. 28 ഡിഗ്രി ചൂടൊക്കെ ആവുന്നതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മുടെ നാട്ടിലെ ചൂട് സമ്മറിൽ എത്രയാണ് എന്നുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ട് അനുഭവപ്പെടാം. പക്ഷെ അങ്ങനെയല്ല, ശരിക്കും ഫുട്ബോളിനെ ഈ ചൂട് ബാധിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ എൻസോ ഫെർണാണ്ടസ് പറയുന്നത്. അടുത്ത വേൾഡ് കപ്പ്, ക്ലബ് വേൾഡ് കപ്പല്ല, രാജ്യങ്ങളുടെ വേൾഡ് കപ്പ് വരുമ്പോഴേക്കും കുറച്ചുകൂടി തങ്ങൾ എക്യുപ്ഡ് ആയിരിക്കുമെന്ന് ആഴ്സൺ വെംഗറും പറയുന്നു. എന്തായാലും നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് പോവുകയാണ്. ESPN FC അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഹോണസ്റ്റ്ലി ഇവിടുത്തെ ഹീറ്റ് ഇൻക്രെഡിബിളാണ്. ഹോണസ്റ്റ്ലി എനിക്കറിയില്ല ഇതെങ്ങനെ വിശദീകരിക്കണമെന്ന്. കഴിഞ്ഞ ദിവസം കളിക്കിടയിൽ എനിക്ക് തലകറക്കാൻ അനുഭവപ്പെട്ടു. ഞാൻ നിലത്തങ്ങ് കിടന്നു, ഗ്രൗണ്ടിൽ കിടന്നു. കാരണം ഐ വാസ് റിയലി ഡിസി. ഈ ടെമ്പറേച്ചറിൽ കളിക്കുക എന്നുള്ളത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. കൂടാതെ ഇപ്പോൾ കളി കാണാൻ വരുന്ന ആളുകൾ, സ്റ്റേഡിയത്തിൽ വരുന്ന ആളുകൾ, വീട്ടിലിരുന്ന് TV മുമ്പിൽ കളി കാണുന്ന ആളുകളൊക്കെ ഒരു കിടിലൻ പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ചൂടാകുമ്പോൾ കളിയുടെ സ്പീഡും കളിയും ഒക്കെ തന്നെ മൊത്തത്തിൽ ആകെ മാറിപ്പോവും. എല്ലാം വളരെ സ്ലോ ആയിട്ട് മാറും. പിന്നെ അടുത്ത വർഷത്തെ വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ അവർ ഷെഡ്യൂൾ ചേഞ്ച് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അറ്റ്ലീസ്റ്റ് അങ്ങനെ മാറ്റം വരുത്തിയെങ്കിൽ മാത്രമേ ഫുട്ബോൾ ഒരു സ്പെക്ടാക്കിളായിട്ട് മാറുകയുള്ളൂ. അതാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് എന്നാണ് എൻസോ ഫെർണാണ്ടസ് പറയുന്നത്. അതേസമയം അങ്ങനെ ഷെഡ്യൂൾ മാറ്റാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ TV ടൈം അനുസരിച്ചാണ് FIFA ഇത് ക്രമീകരിക്കുന്നത്. അപ്പോൾ അതാണ് ആഴ്സൺ വെംഗർ പറയുന്നത്, കുറച്ചുകൂടി തങ്ങൾ എക്യുപ്ഡ് ആയിരിക്കുമെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഹീറ്റ്, ചില ഗെയിമുകളിലെ ഹീറ്റ് ഒരു പ്രശ്നമായിരുന്നു. കുറച്ചുകൂടി കൂളിംഗ് ബ്രേക്കുകളൊക്കെ കൊടുത്ത് ഞങ്ങൾ അതിനോട് സമരസപ്പെട്ട് പോകാനാണ് ശ്രമിച്ചത്. അതുപോലെ തന്നെ പിച്ചിൽ വാട്ടറിങ് നടത്തുക, ഇതൊക്കെ ബ്രേക്കിന് സമയത്ത് ചെയ്യുക, കൂളിംഗ് ബ്രേക്സ് കൃത്യമായിട്ട് കൊടുക്കുക, ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് ഞങ്ങൾ പാഠം ഉൾക്കൊള്ളുകയാണ്. സെർട്ടൻലി അടുത്ത വർഷത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി അധികം റൂഫ്ഡ് ആയിട്ടുള്ള സ്റ്റേഡിയങ്ങൾ ഉണ്ടാകും. നമുക്ക് TV ഷെഡ്യൂളുകൾ ഫോളോ ചെയ്യേണ്ടതുണ്ടല്ലോ. കൂടുതൽ ബെറ്ററാക്കി എക്യുപ്ഡ് ഈ കണ്ടീഷൻസിനെ ഡീൽ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുമെന്നാണ് ഇപ്പോൾ ആഴ്സൺ വെംഗർ പറയുന്നത്. അദ്ദേഹം ഫിഫയുടെ ഭാഗത്ത് നിന്ന്, ഫിഫയുടെ ഗ്ലോബൽ സോക്കർ ഡെവലപ്മെൻറ്റ് ഹെഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൽ ആധികാരികമായിട്ട് പറയുകയാണ്, കുറച്ചുകൂടി എക്യുപ്ഡ് ആയിട്ട് അടുത്ത വേൾഡ് കപ്പിന് ഒരുങ്ങും FIFA എന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.